കുട്ടീസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വരുന്ന ജൂൺ 21 നമ്മുടെ റീനീറ്റ് 2026 നടക്കുക. സാധാരണയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്ന പോലെ സാധാരണ നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത് 2 to 5 ആണ്. ഇപ്രാവശ്യം ഒരു 15 minute ഗ്രേസ് ടൈം നിങ്ങൾക്ക് ഉണ്ട്. സോ 195 minutes ടു ആക്ച്വലി റൈറ്റ് യുവർ 180 ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഗ്രേസ് ടൈമിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് റീനീറ്റ് 2026 എഴുതാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്രേസ് ടൈം കിട്ടിയിട്ടുള്ളത്. ഇനി നീറ്റ് എൻട്രൻസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇനി വളരെ കുറച്ച് ദിവസമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് എൻട്രൻസ് എക്സാമിന്റെ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് സംസാരിച്ചാലോ? ടു സ്റ്റാർട്ട് വിത്ത് ഓഫ് കോഴ്സ് ആദ്യം നിങ്ങളുടെ ഒരു ടൈമിംഗ് ആണ്. മക്കളെ, നമുക്കറിയാം 2 തൊട്ട് 5:15 വരെ എക്സാം നടക്കുമ്പോൾ നമ്മൾ എക്സാം സെന്ററിൽ എത്തേണ്ടത് 1:30 മുമ്പാണ്. കാരണം 1:30 ആകുമ്പോഴേക്കും ഗേറ്റ് ക്ലോസ് ചെയ്യും. പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ജസ്റ്റ് ബിഫോർ യു എൻ്റർ ഇൻ ടു ദി എക്സാം ഹാൾ. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാം സെന്ററിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണെന്ന് വെച്ചായാലും കുറച്ച് ദൂരെ ആണെങ്കിലും കൃത്യസമയത്ത് ഇറങ്ങാൻ നിൽക്കണ്ട. കാരണം ദീസ് എക്സാംസ് ആർ ഡൺ അണ്ടർ എ സ്ട്രിക്റ്റ് ഇൻവിജിലേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ താമസിച്ചാൽ കൂടി ചിലപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കേണ്ട അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ ഒരു വർഷം പ്രിപ്പയർ ചെയ്തത് ആ ഒരു 1 to 3 മിനിറ്റ്സിന് വേണ്ടി ലെഫ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാൻസിലേക്ക് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ എക്സാം സെന്ററിൽ എത്തുക. ജസ്റ്റ് റീച്ച് ബിഫോർ 1:30 ഉറപ്പായും എത്തുക. റിലാക്സ്ഡ് ആയിട്ടും കാമായിട്ടും എക്സാം ഹാളിൽ കയറുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നേരത്തെ എത്തുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കാമായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ സംസാരിച്ച് ഗെറ്റിനകത്തേക്ക് എൻ്റർ ചെയ്താൽ പിന്നെ പാരന്റ്സിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല, മക്കൾക്ക് അറിയാമല്ലേ. അപ്പൊ നിങ്ങൾക്ക് നേരത്തേക്ക് ഒന്ന് സംസാരിച്ച് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ച് ധൈര്യമായിട്ട് നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യാം. ഇനി നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാമാണ് കൊണ്ടുപോകാനുള്ളതെന്നും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല ഐഡിയ ഉണ്ട്. കാരണം നിങ്ങൾ നീറ്റ് 2026 എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ല ലൈറ്റ് ഡ്രസ്സസ് വേണം ധരിക്കാൻ വേണ്ടി. പ്രിന്റ്സോ മറ്റൊന്നും പാടില്ല. അഗെയിൻ യു നോ ദ ക്രൈറ്റീരിയാസ് ഫോർ ഡ്രസ് കോഡ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പാലിക്കുക. ജ്വല്ലറീസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇലക്ട്രോണിക് ഡിവൈസസ് അവോയ്ഡ് ചെയ്യുക. വാച്ചസ് അവോയ്ഡ് ചെയ്യുക. ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ളത്, മറ്റൊന്നും തന്നെ അലൗഡ് അല്ല. ദെൻ വാട്ട് ടു ടേക്ക് ആസ് ഡോക്യുമെന്റ്സ്. ഓഫ് കോഴ്സ് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് അറിയാം. അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത അതേ ഫോട്ടോ തന്നെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അതിൽ സൈൻ ചെയ്യരുത് പ്രീ റിക്വസിറ്റ് ആയിട്ട്. അത് നിങ്ങൾ ഇൻവിജിലേറ്ററിന്റെ മുമ്പിൽ വെച്ചാണ് ചെയ്യാനുള്ളത്. സോ ടേക്ക് ദാറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് യു. ടേക്ക് യുവർ അഡ്മിറ്റ് കാർഡ്. ഓൾസോ ടേക്ക് യുവർ ID പ്രൂഫ്. ആധാർ കാർഡാണ് നിങ്ങളുടെ മെയിൻ ID പ്രൂഫായിട്ട് വരിക. ഇനി ആധാർ കാർഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എനി അതർ ID കാർഡ് നിങ്ങൾക്ക് പ്രിഫറബിളി കൊണ്ടുപോകാവുന്നതാണ്. എല്ലാ ഡോക്യുമെന്റ്സും എടുത്ത് സേഫായി നേരത്തെ തന്നെ എക്സാം സെന്ററിൽ എത്തുക. എന്നാൽ എക്സാമിന്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മളുടെ ഉറക്കമില്ലാത്ത ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുക അല്ലേ. നമ്മൾ ആകെ ടെൻസ്ഡ് ആണ്, എക്സാം എന്താവും. അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ നീറ്റ് 2026 എഴുതിയിട്ടുള്ളതാണ്. ഹൗ മച്ച് യു ഹാവ് പ്രിപ്പയർഡ് നിങ്ങൾക്ക് അതെല്ലാം തന്നെ നിങ്ങളുടെ ആൻസർ പേപ്പറിലേക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തായാലും വേണം. അല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ ദിവസത്തിനും തൊട്ട് മുമ്പുള്ള ദിവസം കുറച്ച് നേരത്തെ തന്നെ ഒരു ലൈറ്റ് ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ റിലാക്സ്ഡ് ആയി നേരത്തെ ബെഡിലേക്ക് പോവുക. നേരത്തെ തന്നെ ബെഡിലേക്ക് പോവുക. നല്ല പോലെ ഒരു 8 hours സ്ലീപ്പൊക്കെ എടുത്തേച്ച് വേണം നിങ്ങൾ അടുത്ത ദിവസം എക്സാമിന് ചെല്ലാൻ. ആ സമയം ലാസ്റ്റ് മിനിറ്റ് ഞാൻ ഇതുകൂടെ വായിക്കാം നിങ്ങളുടെ മനസ്സ് പറയും. അതിന് ആവശ്യമില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് സമയമുണ്ട്, ആ സമയത്ത് വായിക്കാമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഉറങ്ങുക. ബിക്കോസ് ഒരു ടയേർഡ് മൈൻഡിന് ഒരിക്കലും ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നല്ല റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ പോവുക. ആൻഡ് ഐ വിൽ ടെൽ യു വൺ സ്മോൾ ടിപ്പ് ഫോർ യുവർ എക്സാം. ചിലപ്പോൾ നമ്മൾ എക്സാം പേപ്പർ എടുത്ത് വെക്കുമ്പോൾ യു വിൽ സ്റ്റാർട്ട് വിത്ത് വിച്ച് എവർ ഈസ് യുവർ ഫേവറേറ്റ് പാർട്ട് അല്ലേ. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മോക്ക് എക്സാംസിലൂടെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ബയോളജി ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചില ആൾക്കാർ ഫിസിക്സ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുക. സോ സ്റ്റാർട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന പുതിയതായിട്ടുള്ള എക്സ്പെരിമെന്റ്സിനൊന്നും ആ എൻട്രൻസ് ഹാളിൽ വെച്ചിട്ട് നിങ്ങൾ മുതിരരുത്. നിങ്ങൾ പോകുന്ന അതേ പാറ്റേണിൽ പോവുക. നമ്മളെപ്പോഴും ടൈം കോൺഷ്യസ് ആയിരിക്കണം എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബയോളജിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് സം 45 ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ ഏറ്റവും സൂണായി ഒരു 40 മിനിറ്റ്സിലൊക്കെ കവർ ചെയ്യുക. അപ്പോൾ എപ്പോഴും എല്ലാ പേപ്പറും
ഒരു 35-40 മിനിറ്റ്സിൽ ഓരോ പോർഷനും കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു ലെഫ്റ്റ് ഓവർ ആയി 20 മിനിറ്റ് കിട്ടും. ഈ 20 മിനിറ്റിൽ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് ആൻസർ ചെയ്യാം. സോ പിക്ക് ദ ഈസി, ഗോ ഫോർ ഇറ്റ്. നമുക്ക് ഡൗട്ട് ഉള്ളത് ഒന്നും തന്നെ ആ സമയത്ത് നിന്ന് തല പുകഞ്ഞ് ആലോചിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ആൻഡ് അതിനകത്ത് നിങ്ങൾക്കുള്ള ഈസി എല്ലാ പാർട്ടും അല്ല ആദ്യം ചിലപ്പോൾ കാണാനല്ല. ചിലപ്പോൾ നിങ്ങൾ ആദ്യം വായിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആവാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ആ ക്വസ്റ്റ്യനെ ക്യാരി ചെയ്യും. കാരണം നമുക്ക് അതിന്റെ ആൻസർ കിട്ടണം, എനിക്കത് ആൻസർ ചെയ്യണം എന്നൊരു മെന്റാലിറ്റി നമ്മുടെ മൈൻഡിനുണ്ട് അല്ലേ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സ്മോൾ ട്രിക്കാണിത്. സോ ഇഫ് യു ആർ ഫൈൻഡിങ് ദാറ്റ് ഓക്കെ ഞാൻ കുറച്ച് സാച്ചുറേറ്റഡ് ആണ്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാതെ അടുത്തയിലേക്ക് പോകുമ്പോൾ എനിക്ക് അതിങ്ങനെ മനസ്സിൽ കിടക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇഫ് യു റീഡ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആഫ്റ്റർ വിച്ച് ടേക്ക് എ സ്മോൾ ബ്രത്ത്, ഒരു ചെറിയ ബ്രത്ത് ടൈം എടുക്കുക. ലൈക്ക് ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രത്ത്, റിലീസ് ഇറ്റ് ആൻഡ് ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും നമ്മൾ ഒരു സ്ട്രെസ്ഡ് ക്വസ്റ്റ്യനെ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു ബ്രത്ത് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊന്ന് റിലീവ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോകും. നമ്മൾ നെക്സ്റ്റിനെ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. ഓൾസോ ഈ ടൈം കോൺഷ്യസ്നെസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. സോ ഒരു പാർട്ട് ചിലപ്പോൾ ഭയങ്കര ടഫായിരിക്കും. ചിലപ്പോൾ നമ്മൾ 1 അവർ എടുത്ത് തീർക്കാനുള്ളൊരു പോർഷൻ ആയിരിക്കും. നിങ്ങൾ 40 മിനിറ്റ്സിൽ എവിടെ എത്തിയോ ആ പോയിന്റിൽ അത് ലീവ് ചെയ്യുക. അതിന് ബാക്കിയും കൂടി ചെയ്ത് നോക്കാം, ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചില്ലല്ലോ എന്ന് ആലോചിക്കരുത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകണം. ചിലപ്പോൾ ഈ പ്രാവശ്യം ബയോ ആയിരിക്കും ടഫായിട്ട് വരിക, ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും ഈസി ആയിട്ട് വരാം. അപ്പോൾ ബയോയിൽ നിങ്ങൾ സ്റ്റക്ക് ഓൺ ചെയ്താൽ നിങ്ങളുടെ കെമിസ്ട്രിയിലുള്ള കിട്ടാനുള്ള മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെക്കുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിന് പോവുക. നമ്മൾ എത്ര പ്ലസൻ്റ് ആണോ നമ്മുടെ മൈൻഡ്, അത്ര അടിപൊളിയായിരിക്കും നമ്മുടെ എക്സാമിന് നമ്മുടെ ഫോക്കസ് വരിക. സോ ഹാവ് എ പ്ലസന്റ് മൈൻഡ് ആൻഡ് ഗോ ഫോർ ദി എക്സാം. ഇറ്റ്സ് ജസ്റ്റ് എക്സാം. യു വിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ഇറ്റ്. ഗോ ഫോർ ഇറ്റ്.